ജോലി ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. നീ പോയിട്ടോ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കോടിക്കണക്കിന് പണം നിങ്ങളുടെ കയ്യിൽ വന്നപ്പോ സ്വന്തം മകനെ നിങ്ങക്ക് തിരിച്ചറിയില്ല. ഇത്രയും കാലം അന്നം വെച്ചെന്ന് എന്റെ അമ്മയെ നിങ്ങക്ക് അറിയില്ല. ഈ വീട്ടിൽ വെച്ച് കണിമംഗലത്ത് വെച്ച് എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്കിപ്പോ പ്രശ്നം എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന്റെ സമാധാന. ആ സമാധാനം കെടുത്താൻ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വന്ന രണ്ടിനെ വെട്ടി അരിഞ്ഞിട്ടിട്ട് ജയിലിൽ പോയി ഞാൻ കിടക്കും. സ്നേഹത്തിന് അങ്ങനെയും കൂടി അർത്ഥമുണ്ട് മുത്തശ്ശി. കാണിച്ചേർക്കാം ഞാൻ. വേണ്ട വേണ്ട. എനിക്കിനി ഒന്നും നോക്കാനില്ലടി. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനുമില്ല. നഷ്ടപ്പെടാനുള്ളത് നിനക്കാ. തട്ടിപ്പറ്റ സമ്പാദ്യം കൊണ്ട് സുഖിച്ച ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോ. ഇനി ഒരിക്കലും ഈ പടി ചവിട്ടില്ല എന്ന് തീരുമാനിച്ചിട്ട് വേണം ഇറങ്ങാൻ. കേട്ടോടി. അയ്യോ, അവളെ ഒന്നും ചെയ്യരുത്. എടി, ഞങ്ങൾ പൊയ്ക്കോളാം. ശരി, ഇപ്പൊ പോയിക്കോ. പക്ഷേ നിങ്ങളുടെ കുരുട്ട് ബുദ്ധിയുള്ള തല വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു മുത്തശ്ശി, കാൽപാദം വെന്ത് നിൽക്കുന്നവരാ ഞങ്ങള്. ഇനി പരീക്ഷിക്കാൻ നിന്നാ ഈ വയസ്സങ്ങൾക്ക് നിങ്ങൾ വെള്ളം ഇറങ്ങി ചാവില്ല. പോയിക്കോ ഇവിടുന്ന്. പടി. മോളെ, മുത്തശ്ശിയുടെ മൂത്തോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല അച്ഛാ. വരുൺ ഇവിടെ ഉണ്ടായേ പറ്റൂ. മോളെ, വരുൺ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവോ? ഒന്ന് ചെന്ന് നോക്കുക. പക്ഷെ അച്ഛനമ്മ ഒരു കാര്യം ഓർത്തു വെച്ചോ, മുത്തശ്ശിയോടും പ്രേങ്കിയോടും ഞാൻ പറഞ്ഞതൊന്നും ഒന്നും വെറും വാക്കായിരിക്കില്ല. എന്നെ അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വരുണിനെ തൊട്ട തീർത്തു കളയും ഞാൻ. മോളെ ഇതുവരെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. പരീക്ഷിച്ച് അവളെങ്ങനെ ആക്കിയെടുത്തതാ.
അല്ല, എഴുന്നേൽക്കണ്ട, കിടന്നോ. ഞാനീ പനിയുണ്ടോ നോക്കിയതാ. ഞാൻ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയടോ. വരണൊന്നും കേട്ടില്ലല്ലോ. ഇല്ല, എന്തു പറ്റി? അല്ല, തൊട്ടടുത്ത വീട്ടിലെ എന്തോ ഒരു ബഹളം നടന്നു. ഇനി അത് കേട്ട് വല്ലതും എഴുന്നേറ്റോന്ന്. ഞാനൊന്നും അറിഞ്ഞില്ലടോ. ബോധം കെട്ട ഉറക്കായി പോയി. അതെ, താൻ എനിക്കൊരു ചായ ഇട്ടതാ. എനിക്കത് പുറത്തു പോണം. അല്ല, ചെറിയ ചൂടുണ്ട്, പനിയുടെ തുടക്കമായിരിക്കും. ഇനിയിപ്പോ ഒരിടത്തും പോകണ്ട. കുഴപ്പമില്ലടോ. US പോകുന്ന കാര്യം ശരിയാക്കണം. അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ശരിയാവില്ല. വരുൺ, അത് എല്ലാവരും വെല്ലുവിളിച്ച താനല്ലേ. എന്നിട്ട് വെറുതെ ഇവിടെ കട്ടിലേക്ക് കയറി കിടന്നാൽ മതിയോ? നമ്മുടെ ബിസിനസ് തകർന്നുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ഒരു കാര്യം നോക്കാൻ പറ്റില്ല. US ഒരു പ്രശ്നമില്ല. ആവശ്യത്തിന് സമ്പാദിച്ച് നമുക്ക് തിരിച്ചു വരാം. എന്നാ ചായ ഇട്ട് വന്നിട്ട് ഞാനും കൂടെ വരാം. വരുൺ തനിച്ചു പോയാ? താനേ പേടിക്കണ്ടോ. ഞാൻ ആത്മഹത്യ ചെയ്യുന്നുമില്ല. പോയ കാര്യം കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തന്നെ വരും. ഇന്നലെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ശൂന്യത ഇപ്പോഴില്ല. കാരണം ഒന്ന് താൻ കാണിക്കുന്ന ധൈര്യം, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും കരുതലും. ആരെങ്കിലൊക്കെ ഉണ്ട് കണിമംഗലത്തെ വരുന്ന. നമുക്കെല്ലാം നേടണം പെണ്ണെ. ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒരാളെയും വെറുതെ വിടാൻ പറ്റില്ല. മുത്തശ്ശി കരച്ചിലാണല്ലോ ചെറിയമ്മേ. കൊച്ചുമോനെ ഓർത്തിട്ടായിരിക്കും. അല്ലാതെ പിന്നെ എന്ത്. ആ കൽപ്പന, ചന്ദ്രേട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അമ്മയെ സ്നേഹിക്കേണ്ട വിധത്തിൽ തന്നെ സ്നേഹിക്കണം. ആ, ചെറിയമ്മ ഏട്ടത്തിയെ സ്നേഹിക്കുന്ന പോലെ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ വിടാൻ പാടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സങ്കടം വരില്ലല്ലോ. ആ, നീ ഒരു കാര്യം ചെയ്യും. ആ ജനൽ കമ്പികളും ഷെൽഫുകളും തുടയ്ക്കാൻ കുറച്ച് വെള്ളവും തുണിയും എടുത്തോണ്ട് വാ. അതെന്താ ചെറിയമ്മേ, നമ്മളെല്ലാരും ഇനി സൂഹിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പോവാണോ? നിന്നോട് ഞാനത് എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ജോലി ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ജോലി ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. നീ പോയിട്ടോ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്താമേ കണ്ണു നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ? ഹേ, ഒന്നുമില്ല. അമ്മയ്ക്ക് ഈ ഇടയായിട്ട് കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ടോ? ആ, അതെങ്ങനെയാ? എത്ര നാളായി ഈ ടെൻഷൻ തുടങ്ങിയിട്ട്? അപ്പൊ കുറച്ച് ശരീരഭാരമൊക്കെ കൂടും. പക്ഷേ അമ്മയുടെ അസുഖങ്ങളൊക്കെ വെച്ച് വെയിറ്റ് ഒരു കാരണവശാലും കൂടാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉർവശി. അതെ, ചന്ദ്രേട്ടൻ എന്താ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? വേറെ ആര് നോക്കിയില്ലെങ്കിലും അമ്മയെ നന്നായി
സുഖമായിട്ട് പരിചരിക്കണമെന്നാ